ഹായ് ഓൾ, എല്ലാവർക്കും ലൈഫ് അൺപ്ലഗ്ഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അടുത്ത് ഒരു ഡ്രൈവ് ത്രൂ ഹാലോവിൻ അല്ലെങ്കിൽ ട്രിക്ക് ഓർ ട്രീറ്റ് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഒക്ടോബർ 31 ഹാലോവിൻ്റെ ആയിട്ട് ആഘോഷിക്കുന്നത്. അന്നേ ദിവസം ഇവിടുത്തെ ഒരു കുറച്ചധികം ആൾക്കാർ ഈ ഒരു ഡെവിൾസിൻ്റെ ഒക്കെ ഡ്രസ്സൊക്കെ ധരിക്കുക, അല്ലെങ്കിൽ മൃഗങ്ങളുടെ മുഖംമൂടി വയ്ക്കുക, അങ്ങനത്തെ ഒരു കുറച്ച് ഹൊററായിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ പോയിട്ട് അവരെയൊക്കെ പേടിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് ക്യാൻഡീസ് ഒക്കെ കളക്ട് ചെയ്യുക. അങ്ങനെ ഒരു ദിവസമാണ് ഈ ഹാലോവിനായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസമോളാണെങ്കിലും ഈ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ട്രിക്ക് ഓർ ട്രീറ്റിന് പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവളെ പൊതുവെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ ഈ പ്രാവശ്യം കോവിഡൊക്കെ ആയതുകൊണ്ട് അവർ ഡ്രൈവ് ത്രൂ ആയിട്ടാണ് ഇവിടെ ഹാലോവിൻ ആഘോഷിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി കെയർ ഇവിടെ നടത്തിയ ഒരു ട്രിക്ക് ഓർ ട്രീറ്റാണ് നിങ്ങളിപ്പോൾ ഇനി കാണുന്നത്. Yeah. You all the candy for all of you. This is just stick. Contactless ആയിരിക്കും. Another snack. Sí, eso es. Thank you for me. Happy So thank you. Thank you. Bye. Oh, doctors want to say Halloween. Happy Halloween. Happy Halloween. Happy Halloween. Candy. Hey, princess. Anissa. Yeah, hi. Happy Halloween. Happy Here's a frosty for her. There you go. You guys want something? Yeah, it's okay. Sure. Thank you. Thank you. Oh, candy. Hi, Mom. Bye. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഹാലോവിൻ്റെ ഒരു ഫൺ പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രിക്ക് ഓർ ട്രീറ്റ്. അത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം മാക്സിമം ക്യാൻഡീസൊക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് ക്യാൻഡീസ് അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അവരുടെ ഒരു ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രിക്ക് ഓർ ട്രീറ്റ്. പക്ഷേ നമ്മൾ ഈ ഹാലോവിൻ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പം അതിൻ്റെ ഒരു ചരിത്രവും കൂടെ നമ്മളൊരു ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഇത് ആഘോഷിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് ഹാലോവിൻ്റെ ഡിസ്പ്ലേ ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്കിംഗ് ലോട്ടിലേക്കാണ്. ഇത് കോവിഡൊന്നും ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഹാലോവിൻ ഡെക്കറേഷൻസ് ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒത്തിരി സ്ട്രീറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓരോരുത്തരും അവരവരുടെ വീടുകളൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് ഹൊററായിട്ടുള്ള ഹാങ്ങിങ്സും ഈ ഇവിൾ ടൈപ്പ് ഡ്രസ്സൊക്കെ ധരിച്ച്, അതുപോലെ തന്നെ അസ്ഥികൂടങ്ങളുടെയും മൃഗങ്ങളുടെയൊക്കെ മുഖംമൂടിയൊക്കെ ഇട്ട് പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഡെക്കറേഷൻസ് ഒക്കെയാണ്. പിന്നെ ജാക്കോ ലാൻഡൻ, അതായത് ഈ പംകിങ് ഒക്കെ മറ്റേ ഹൊറർ ആയിട്ടൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും അവരന്ന് അവിടെ ചെയ്യുന്നത്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, ഈ ഹാലോവിൻ നമ്മളെപ്പോഴും ഒരു ആഘോഷമായിട്ട് കാണുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ നമ്മളിത് എത്രത്തോളം ആഘോഷിക്കും എന്ന് ചിന്തിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിത് നടക്കുന്ന ആ പാർക്കിംഗ് ലോട്ടിൻ്റെ അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വെച്ച് തന്നെ അവർ വണ്ടികളൊക്കെ ക്യൂ ആയിട്ട് നിർത്തി ആ പാർക്കിംഗ് ലോട്ടേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് രണ്ട് ഇതായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് VIP സെക്ഷനായിട്ടും അതുപോലെ തന്നെ ഒന്ന് കിഡ്സ് ഫ്രണ്ട്ലി സെക്ഷനായിട്ടും. കിഡ്സ് ഫ്രണ്ട്ലിയിൽ അധികം പേടിപ്പിക്കുന്ന ഡെക്കറേഷൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. പിന്നെ അവരവിടെ നമ്മുടെ പാസ്സൊക്കെ അവർ പരിശോധിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. 15 to 25 minutes. അപ്പം നമ്മളിനി ആ പാർക്കിംഗ് ലോട്ടിലേക്ക് കയറുവാണ് കേട്ടോ. ഹാലോവിൻ ഡെക്കറേഷൻസ് ഒക്കെ ഇനിയിപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇരുട്ടായതുകൊണ്ട് അത് എത്രത്തോളം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം ഞാനിത് ക്യാമറയിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പംകിൻ്റെ ഒരു കാർവിങ്ങും അതുപോലെ ലൈറ്റും കൊണ്ടാണ് നമ്മളെ ഈ പാർക്കിംഗ് ലോട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നത്. നമ്മളോട് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ ഓഫാക്കി അതിൻ്റെ അകത്തേക്ക് സ്ലോ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ലോ ആയിട്ട് നമ്മൾ ഡെക്കറേഷൻസൊക്കെ ഡിസ്പ്ലേസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ.
വണ്ടി ഇപ്പോൾ ചെറുതായിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ കാണാം. ഇത് കണ്ടോ, പംകിൻ്റെ ഒരു കുഞ്ഞ് ലൈറ്റിംഗ് സെറ്റപ്പ്. അപ്പോൾ അതുപോലത്തെ കുഞ്ഞു ഡെക്കറേഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ ആദ്യം കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി മുകളിലേട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ അവിടെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഇതാ ഒരു ഭീകര രൂപം. ഇവിടെ ഒരു മാസ്ക് ധരിച്ചൊരു ചേച്ചി ഉണ്ട് കേട്ടോ. മാസ്ക് ഒക്കെ ധരിച്ച് ഈ പ്രാവശ്യത്തെ ഹാലോവിൻ്റെ പ്രേതങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഈ കാണുന്ന പംകിൻസ് ഒക്കെ ആട്ടോ ജാക്ക് ഓ ലാന്റേൺ എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടിട്ട് തോന്നുന്നു കുട്ടികളുടെ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അധികം പേടിപ്പിക്കുന്ന ഡെക്കറേഷൻസ് ഒന്നും അല്ല. ഇങ്ങനത്തെ ഒരു ഭീകരമായ ശബ്ദമൊക്കെ ഇട്ട് അതുപോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ നിന്ന് കഴിയുമ്പോൾ ചെറുതായിട്ടാണെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് പേടിച്ചൊക്കെ പോകും. അതാണ് മെയിനായിട്ടും ഹാലോവിൻ കൊണ്ടും അവർ ഉദ്ദേശിക്കുന്നത്. അത് ഇനി അടുത്ത ഫ്ലോറിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. Happy Halloween. ഉണ്ടൂലേ? ഒന്നും തോന്നുന്നു. നമ്മൾ ഇറങ്ങുമല്ലേ ഇനി? എനിക്ക് അത്രയും കൊണ്ടു. അത് ബിൽഡിങ് അല്ല, നീ മറ്റേ അസ്ഥികൂടങ്ങളെയാ കൈപ്പിടിച്ചേക്കുന്ന കണ്ടോ? ഇവിടെ ഒരു നടന്നു പോകുന്ന ഒരാളുണ്ട്. ഇവിടെ വളവിൽ എവിടെയെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ കാണുന്നത്. കുതിര വരുമോ? ശരിക്കും അങ്ങനെയൊക്കെ ഇത്ര അടുത്തുള്ള വണ്ടികൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വല്ല ആക്സിലറേഷൻ കൊടുത്തു മുകളിൽ പോയി ഇരിക്കില്ലേ? ആ അമ്മച്ചി വന്നത് അവരുടെ ചടി വരാൻ ചാൻസ് ഉണ്ട്. ഈ സൈഡ് നോക്കിക്കോണേ. അത് ഞാൻ നോക്കുന്നുണ്ട്. നമ്മള് വേദിക്കാത്തിട്ടേക്കോ. നോക്കി നിൽക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ ഡെക്കറേഷൻസ് ഒക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ VIP-യിലേക്ക് പോകുന്നില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു സ്ട്രീറ്റ് ഒരു വീട്ടിൽ ഇതിൻ്റെ ഒരു വലിയ ഡെക്കറേഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ യൂറോപ്പിൽ 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സെൽറ്റിക് മതത്തിൻ്റെ സമയം എന്ന് പറയപ്പെടുന്ന ഒരു ആഘോഷമാണ് പിന്നീട് ഹാലോവീനായിട്ട് മാറിയത്. അവർ ഈ പ്രകൃതി ശക്തികൾ ആരാധിക്കുകയും അതുപോലെ മരിച്ചുപോയ ആത്മാക്കളോട് സംസാരിക്കുകയൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നു. അവരുടെ ഒരു ന്യൂ ഇയർ ആണ് നവംബർ 1. അവരുടെ വിശ്വാസപ്രകാരം ഒക്ടോബർ 31 നവംബർ 1 ഇടയിലുള്ള ഒരു സമയം മരിച്ചവരുടെ ലോകവും ജീവനുള്ളവരുടെ ലോകവും തമ്മിലുള്ള ഒരു ബോർഡർ വളരെ ചെറുതായിരുന്നെന്നും അപ്രകാരം അതിലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ ആത്മാക്കൾ ജീവനുള്ളവരുടെ ലോകത്തിലേക്ക് കയറിയിട്ട് അവരെ അപായപ്പെടുത്തുമെന്നൊക്കെ അന്നുള്ളവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആ കാലത്ത് ഈ നല്ല തണുപ്പായിരുന്നുകൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റാത്ത ജനങ്ങളൊക്കെ മരിച്ചായിരുന്നു. അപ്പോൾ അതിനെ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പ്രേതങ്ങളുടെയൊക്കെ ഉപദ്രവമൊക്കെ ആയിട്ടാണ്. ഈ ആൾക്കാരൊക്കെ മരിക്കുന്നത് ഈ പ്രേതങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കളൊക്കെ വന്ന ആൾക്കാരെ കൊല്ലുന്നതൊക്കെ ആയിട്ടാണ് അവരന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രേതങ്ങളെ ആത്മാക്കളെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ മൃഗങ്ങളുടെയൊക്കെ എല്ല് കത്തിക്കുകയും അതുപോലെ മൃഗങ്ങളുടെയൊക്കെ മുടിയൊക്കെ ധരിച്ചാണ് അവർ അന്ന് ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് AD 43 റോമൻസ് ഈ സെൽറ്റിക് മതക്കാരെ പിടിച്ചെടുത്ത് കഴിഞ്ഞെങ്കിലും അവരുടെ ആചാരങ്ങളെല്ലാം എന്താണെന്ന് ഉള്ളത് അതേപടി പിന്നെ പിന്തുടർന്ന് വരികയാണ് ചെയ്തത്.
അപ്പം നമ്മളിത് ആ സ്ട്രീറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. നമുക്ക് അത്ര മനസ്സിന് അത്ര സന്തോഷം തരുന്ന ഒരു കാഴ്ചയൊന്നും അല്ല ഈ ഡെക്കറേഷൻസ്. എനിക്കിതൊരു ആഘോഷമായിട്ടൊന്നും പറയാനൊന്നും എനിക്കൊരിക്കലും തോന്നാറില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. പലതരത്തിലുള്ള പ്രേതങ്ങളും ഭൂതങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. കഴുത്തുള്ളതും കഴുത്തില്ലാത്തതും മറ്റേ സ്കെൽറ്റനും അങ്ങനത്തെ എല്ലാ തരത്തിലും ഉണ്ട്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ കുട്ടികളാണല്ലോ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ പ്രേതങ്ങളായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. ഇതാ ബൈക്കിൽ പോകുന്നൊരു പ്രേതമുണ്ട്. അങ്ങനെ പല സ്റ്റാച്യൂസൊക്കെ ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ആഘോഷമൊക്കെ മാറ്റി നിർത്തി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പല അനാചാരങ്ങളും ഒക്കെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണല്ലോ ഈ ഡെക്കറേഷൻസൊക്കെ. അപ്പം നമുക്ക് ഈ വീഡിയോസ് കാണുമ്പം അതിനെക്കുറിച്ചും ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ആണ്. ഇനി ഗ്രേവിയാർഡൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇതിനും ശരിക്കും കിടന്നൊക്കെയാണ് ആൾക്കാരെ പേടിപ്പിക്കുന്ന സ്റ്റെപ്പ്. കത്തോലിക്ക സഭയുടെ ആരംഭ നൂറ്റാണ്ടിൽ ഭൂരിഭാഗം സെൽറ്റിക് വിശ്വാസികളും കത്തോലിക്ക സഭയിലേക്ക് വന്നെങ്കിലും സെൽറ്റിക് മതത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളെല്ലാം ഒരു ക്രിസ്തീയ മുഖം നൽകി ആചരിച്ചു പോരുക ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് AD 8-ാം നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗറി 4 മെയ് 11 ഓർഫേഴ്സ് ഡേ നവംബർ 1 മാറ്റുകയും അതുപോലെ തന്നെ ആഗോള വ്യാപകമായിട്ട് റോമൻ കാത്തലിക് ചർച്ച് നവംബർ 1 ഓർഫേഴ്സ് ഡേ ആയിട്ട് ആഘോഷിച്ചു പോരുക ചെയ്തത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ഐറിഷുകാരുടെ കുടിയേറ്റത്തോടുകൂടിയാണ് അമേരിക്കയിൽ ഹാലോവിൻ ഡേ പ്രചരിക്കപ്പെട്ടത്. ജാക്കോ ലാൻറ്റേൺ എന്ന് പറയപ്പെടുന്ന മത്തങ്ങ വിളക്കും ഇവർ തന്നെ ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. പിന്നീട് ഈ കത്തോലിക്ക സഭ ഈ ഹാലോവിനെ ആചരിക്കുന്നതിനെ അനുകൂലിച്ചില്ല. കാരണം ഇതിൻ്റെ പുറകിലത്തെ ഒരു നെഗറ്റിവിറ്റീനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവർ പിന്നീട് ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ വന്നു. അങ്ങനെ ഹാലോവിന് പകരം അതൊരു ഹോളി വീനായിട്ട് ആചരിക്കണമെന്നൊക്കെയുള്ള ആഹ്വാനങ്ങളുണ്ടായി. അതുപോലെ ഡെവിൽ ഡ്രസ്സൊക്കെ ഒഴിവാക്കണമെന്നും അതുപോലെ സെയിൻസിനെ നമ്മൾ ബഹുമാനിക്കണം, അതുകൊണ്ട് തന്നെ സെയിൻസിൻ്റെ ഡ്രസ്സൊക്കെ ഇന്നത്തെ ദിവസം ധരിച്ച് നമ്മൾ ആ ദിവസം ആചരിക്കണമെന്നൊക്കെ സഭ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഡെക്കറേഷൻസ്. അപ്പം നിങ്ങൾക്കും തോന്നിക്കാണുമല്ലോ മനസ്സിനത്ര നല്ല സന്തോഷമുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടില്ല. അപ്പം ഇത് ഹാലോവിൻ എന്താണെന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഡെക്കറേഷൻസൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ പ്രാവശ്യത്തെ ഹാലോവിൻ കൊണ്ട് ഇവർ ബിസിനസ്സിൽ നേടിയ നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $8 ബില്യൺ. അതായത് ഈ ഡെക്കറേഷൻസിനും അല്ലെങ്കിൽ ഈ എന്താ പറയുക സ്റ്റാച്യൂസിനും കോസ്റ്റ്യൂംസിനൊക്കെ വേണ്ടിയിട്ട് അവർ ചെലവഴിച്ച് അവർ നേടിയെടുത്ത ഒരു തുകയാണ് $8 ബില്യൺ. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു വലിയ ബിസിനസ്സും കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.